കോട്ടയം കൂട്ടിക്കലിൽ പാലം നിർമ്മാണത്തിനിടെ സൂപ്പർവൈസറെ ഇതര സംസ്ഥാന തൊഴിലാളികൾ മർദ്ദിച്ചതായി പരാതി. ആലുവ സ്വദേശി ബിജുവിനാണ് മർദ്ദനമേറ്റത്. കൃത്യസമയത്ത് പണിക്കിറങ്ങാത്തത് ചോദ്യം ചെയ്തതോടെയാണ് മർദ്ദനമുണ്ടായത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പ്രളയത്തിൽ തകർന്ന ഏന്തയാർ ഈസ്റ്റ് പാലത്തിന്റെ നിർമ്മാണത്തിനിടയിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അതിക്രമമുണ്ടായത്. ചൂടുകൂടിയ സാഹചര്യത്തിൽ ജോലിയുടെ സമയം മാറ്റിയിരുന്നു. ഇതുപ്രകാരം തൊഴിലാളികളോട് രാവിലെ 6 മണി മുതൽ 11 മണി വരെ ജോലി ചെയ്യണമെന്ന് സൂപ്പർവൈസർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവർ ഇതിന് തയ്യാറായില്ല. മിക്സ് ചെയ്ത കോൺക്രീറ്റിംഗ് നശിച്ചുപോകുമെന്ന അവസ്ഥ വന്നപ്പോൾ പ്രദേശവാസികളായ ചില തൊഴിലാളികളുടെ സഹായം സൂപ്പർവൈസർ ആവശ്യപ്പെട്ടു. ഇതോടെയാണ് 8ഓളം വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ചേർന്ന് സൂപ്പർവൈസറെ മർദ്ദിച്ചത്. രാവിലെ ഒരു മിക്സിങ്ങിന്റെ സംഭവം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വായി വന്നിട്ട് പറഞ്ഞാൽ അവർ ഇന്നലെ സമരമാണ് നടത്താൻ പോവുകയാണ്, ഇത് ഇടാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞ് പണി നടന്നില്ല, അവർക്ക് അതിൻ്റെ പൈസ കൊടുക്കണമെന്നാണ് വായിമാർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു ഒരു 3-4 പണിക്കാരെ തരാമെന്ന് ചോദിച്ചു. 4 പണിക്കാരെ ഞങ്ങൾ വിട്ടുകൊടുത്തപ്പോൾ ഇവിടുത്തെ പണിക്കാരെ കൊണ്ട് അവർ പണിയിപ്പിക്കാതിരിക്കുകയും ആ ഒരു നീല ഷർട്ടിട്ട ആ ചേട്ടനെ ഒരു 8 വായിമാരുണ്ട്, 8 വായിമാർ കൂടി ചവിട്ടി ഇഴുത്തി നിലത്തോട്ട് ഇട്ട് എന്നിട്ട് ഒരുത്തം കയറി ഇരുന്ന് കല്ലിന് ഇടിക്കുമായിരുന്നു. അന്നേരത്തേക്ക് അക്കരയിൽ നിൽക്കരുന്ന് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി പിടിച്ച് മാറ്റുമായിരുന്നു. ഇല്ലായിരുന്നു ആ പുള്ളിക്കാരനെ കൊന്നു കളഞ്ഞാൽ. ഇവിടെ കോൺട്രാക്ടർ പാലം പണിയാനായിട്ട് ഒരു 8 പേരെ ആദ്യമേ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ റൂമും കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ കുഴപ്പമില്ല, ഇത്ര ദിവസം പണിയായിരുന്നു. പക്ഷേ ഇവർ തമ്മിൽ ഈ പ്രശ്നമല്ല വിഷയമുണ്ടായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ സൂര്യാഘാതം കാരണം സർക്കാരിൻ്റെ ഒരു നിയമ ഉത്തരവ് പ്രകാരം 11 വരെ പണിതാൽ മതി എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടർ പറഞ്ഞ് അതുവരെ പണിതാൽ മതി, നിങ്ങൾ നാളെ രാവിലെ ഇറങ്ങണം. അത് കഴിയുമ്പോൾ ആ സമയമാകുമ്പോൾ കയറിക്കോളാൻ മതി. ഇവന്മാർ ഇന്ന് രാവിലെ 8:30 ആയിട്ട് ഇറങ്ങിയില്ല. അപ്പം കോൺക്രീറ്റ് അവിടെ അർജൻറ്റായിട്ട് നടക്കണം. മഴ പെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ പണി വെള്ളമായാൽ നടക്കാതെ വന്നതുകൊണ്ട് അർജൻറ്റാണ് പണിയാൻ പറഞ്ഞപ്പോൾ ഇവന്മാർ ഞങ്ങൾക്ക് ഇങ്ങനെ പണിയാൻ പറ്റുള്ളൂ. അതിന് അവരെന്താ സൂപ്പർവൈസർ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് 4-5 പേരെ പണിക്ക് പോകും. പണി കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഉടനെ മലയാളികളെ കൂടെ പണിപ്പിക്കാൻ പോയി ഈ ഇവരുടെ കൂടെ പണിയുന്ന ഈ ബെറ്റിൻ്റെ പണി ചെയ്യുന്ന ഒരാളിനോട് 2 വെള്ളം ഉണ്ടാക്കി 3-4 പേര് കൂടി അവനിട്ട് അടിക്കുകയും കല്ല് വെച്ചിടിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്ത് നാട്ടുകാർ കൂടി പിടിച്ചു മാറ്റി വിട്ടു. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് പിടിച്ചുമാറ്റി പെരുവന്താനം പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് പെരുവന്താനം പോലീസ് എത്തി നിർമ്മാണ സ്ഥലത്ത് നിന്നും സൂപ്പർവൈസറെ മർദ്ദിച്ച 8 ഇതര സംസ്ഥാന തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി, കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം മഴക്കാലം തുടങ്ങുന്നതിനു മുൻപ് തീർക്കുന്നതിനായുള്ള അതിവേഗ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലം നിർമ്മാണം മുടങ്ങാതിരിക്കാൻ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.